വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മിപ്പോ കൂറുകയല്ല, ഇന്നലെ രാത്രി വിട്ടാണ്. പിന്നെ എനിക്ക് വണ്ടീന്റെ എന്തോ ഒരു സാധനം വാങ്ങണമെന്നുണ്ട്. ഒരു സ്പെഷ്യൽ വണ്ടിയാണിത്, വിന്റേജ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാം ക്ലോസ്ഡ് ആണ്. എക്സ്പ്ലോർ ചെയ്യാനൊന്നും വന്നല്ല, വെറുതെ നമ്മൾ ഇതിന്റെ പാർട്സ് വാങ്ങാൻ മെയിൻ ആയിട്ട്. പിന്നെ നമ്മ കൊറേ വ്ളോഗെല്ലാം എടുത്തിട്ട് എന്തായാലും വന്നല്ല, അവിടെ ഇവിടെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് പോവാന്ന് വെച്ചു. അപ്പൊ നമുക്ക് കാണുന്ന കാഴ്ചകളെല്ലാം നോക്കാം. പക്ഷെ എല്ലാം ക്ലോസ് ആണ്, എല്ലാം ക്ലോസ്ഡ് ആണ്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്. ഇവിടുത്തെ ഫുഡ് തീരെ പോരാ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല, എവിടെ സ്ഥലമില്ല, ഒന്നുമില്ല. മസാല ദോശ പറഞ്ഞ ഇത്ര ഉണ്ട്, കട്ടിയല്ലോ ദോശക്കല്ലോ. പൊറോട്ട പറഞ്ഞാല് തൊണ്ട കുത്തി പൊറോട്ട തിന്നാൻ കഴിയുന്നില്ല നമുക്ക് ശരിക്കും പറയാം. നമ്മ ഇന്നലെ രാത്രി ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ಲೆಫ್ಟ್ ರೋಡ್ ಸಿಗ್ತದೆ, ಅದ್ರಲ್ಲಿ ಹೋಗಿ ಅಲ್ಲಿ ಮೂಲೆ ಅಂಗಡಿ ಇದೆ, ಅಲ್ಲಿ ಒಂದು ರೋಡ್ ತೋರಿಸ್ಕೊಡ್ತಾರೆ ಅಂಗಡಿ ಪುನಃ ಹತ್ತಲಾಗಿ ಹೋಗುದು. ചേട്ടാ മുകളിലേക്ക് കാറ് പോവോ? അബേ ഫോൾസിലേക്ക് പോലെ കാറ് പോലെ കുളിക്കാൻ പറ്റില്ല? ഓക്കെ, താങ്ക് യു, ബൈ. എന്തൊരു ചൂട് കുറച്ചോലെ. ഇതിൽ AC ആണ്, വർക്കാവുന്നില്ല. AC ഒന്നുമില്ല, പക്ഷേ ഇതുവരെ എത്തിയില്ല. വഴി തെറ്റി ആകെ 5 കിലോമീറ്റർ ഉള്ളു, പക്ഷെ നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടി എല്ലാം ഒരുപോലത്തെ വഴി. തിരിച്ചെത്തുമ്പോ ചുറ്റിട്ട് അബ്ബേ ഫോൾസ് അറിയും. ഇതാ പക്കോ. ഓക്കെ, താങ്ക് യു, ശുക്രിയ. എനിക്ക് തോന്നോ അതിന്റെ ഉള്ളിൽ എന്തെല്ലോ കാര്യങ്ങളുണ്ട് കാണാൻ. തണലെത്തി, വെയിൽ കൊള്ളിക്കാൻ പാടില്ല. എന്താ നിങ്ങൾ നമ്മളെ വീഡിയോയില് 1 lakh ലൈക്ക് ഈ വീഡിയോക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം സ്വന്തം ഗിവ് അവേ ആക്കും. ഒരാളെ ചൂസ്, റേർ പീസ്. ഈ വയസ്സൻ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത്. അങ്ങനെ തിരിച്ച് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, അബേ ഫോൾസ്. നോക്കാം നമുക്ക് എന്താ ഉള്ളതെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഇവിടെ നല്ല തിരക്കുണ്ട്, അപ്പൊ എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. വെള്ളച്ചാട്ടം മങ്കി ഉണ്ടെങ്കിൽ എന്തോ ഞാൻ വരൂല. നല്ലൊരു ചെറിയൊരു തണുപ്പിലുള്ള ഇത്രയും നേരം വെയിലടിച്ചിട്ട് നല്ലൊരു സുഖമുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്, തണുപ്പ്, കിളികളെ സൗണ്ട്. ഇവിടെ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എത്തി പക്ഷെ ഇല്ലടാ, നമ്മളെ മറ്റേ പാലക്കാട് തട്ടുന്ന അടിപൊളിയായിട്ടാ. പാലക്കാട് കേട്ടോ. എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടാ, കുറേ മറ്റേ ബ്രിഡ്ജ് ഇടുവയ്യല്ലോ. അവിടെ 15 മീറ്റർ ഉണ്ട്, അവിടെ നമുക്ക് കുളിക്കാം. ഇവിടെ ഇറങ്ങാൻ പോലും പറ്റില്ല. ഫൈനലി നമ്മൾ വാട്ടർഫോൾസിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാട്ടർഫോൾസ് വന്ന്. അല്ലാണ് നമ്മ ഒന്ന് കൊടൈക്കനാലിൽ ചെറുതുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ണൂർ അവിടെ പോകണം കേട്ടാ. എവിടെ ആ മത്സരത്ത് 15 ഇതാ ആയ സത്യം നമുക്കിത് കുളിക്കാൻ പറ്റില്ലെങ്കിൽ ഡ്രസ്സെല്ലാം കരുതേന്, പക്ഷെ അവിടെ കേറുന്നില്ല. ആയൊന്നുമില്ല, കാണുന്നൊന്നുമില്ല. താഴെ പോകും.
എങ്ങനെയുണ്ട് വാട്ടർഫോൾസ്? എങ്ങനെയുണ്ട്? വാട്ടർഫോൾസ് അടിപൊളിയാണ്. 10 കിലോമീറ്റർ ഓടി. നമുക്ക് നമ്മുടെ നാട്ടിലാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഇതുവരെ വാട്ടർഫോൾസ് ഒന്നും കണ്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്. സൂപ്പർ. പക്ഷെ നമുക്ക് കുളിക്കാൻ കഴിയില്ലേ? നമ്മൾ കുളിക്കാൻ കഴിച്ചിട്ടാണ് വന്നേ. നമുക്കും കൂടെ കുളിക്കാൻ കഴിയും. അബേ ഫോൾസിൽ പോയി. എങ്ങോട്ടും എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ. ലഞ്ച് ബ്രഞ്ച്. അങ്ങനെ അബേ ഫോൾസ് നമ്മിങ്ങനെ ഇറങ്ങി ഇങ്ങനെ റെസ്റ്റോറൻറ്റ് നോക്കി തപ്പി അടക്കിയത് നമ്മൾ. ഇവിടെ ഒന്നും നല്ല ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല. നമുക്ക് മനസ്സായിട്ടും തിന്നാനൊന്നും കഴിയുന്നില്ല ഇവിടെ. പോരാ നമുക്ക് പറഞ്ഞ മിനി. അപ്പോൾ പോയി നോക്കണം എന്താ ഇവിടുത്തെ ഈ സാധനം അമ്പ അതിൽ ഭയങ്കര ജിമ്മിനെ പോലത്തെ അങ്ങനെ ഫൈനലി നമ്മളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേരളീയ ഫുഡ് എന്നാ പറയുന്നത്. അങ്ങനെ നമുക്ക് ഹൈദരാബാദിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. നല്ല ബിരിയാണി ആയിരുന്നു. ചിക്കനൊക്കെ നന്നായിട്ട് നല്ല ടെൻഡറായിട്ട് നല്ല ലാംഗ്വേജ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, കൂർഗ് വരുന്നവർക്ക് ഇവിടുന്ന് കഴിക്കാം. ആരെ തുടങ്ങുക? ഞാൻ പ്രിപ്പയർ ആക്കില്ലോ. ഒന്നും പറഞ്ഞ കാര്യത്തില്ലേ. എല്ലാം മാക്സിമം സോൾട്ട് പെപ്പർ മടക്കുന്നുണ്ടാ. കുടി 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 കുടി. രണ്ട് സിപ്പ് ഒറ്റ സിപ്പില് ഇല്ലില്ല, 2 സിപ്പ്. ടേസ്റ്റിനോട് കോഫി ഉണ്ട്. ഒരു സിപ്പും കൂടി, ഒരു സിപ്പ് ഇറക്ക. ഒന്നുമില്ല. അല്ല, ഓൾറെഡി ഫിക്സ്ഡ്. മോനെ എക്സ്ട്രീം ആയിരിക്കും. എടാ ഇതാക്കടാ. പക്ഷെ എല്ലാവർക്കും പണിയിട്ടുണ്ട്. അടിയിരുന്നോ? അല്ല ഇവിടെ ഇരുന്നോ? തീരാ ഞാൻ തിന്നു. എടാ നീ കൈതാത്തിക്കോ. എടാ തിന്നണം. രണ്ടെണ്ണം പറഞ്ഞാലോ. രണ്ടെണ്ണം നീ തുപ്പിയപ്പോ സീനാക്കി എടുക്കുന്നു. രണ്ടെണ്ണം ഉണ്ട്. ഒന്നേ രണ്ടെണ്ണം നീ തന്നെ പറഞ്ഞേ. തിന്നോ ഡിമാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യും. എന്നെ എടുക്കൂ. ഇങ്ങനെ എങ്ങനെയാണോ മറ്റേ കോയിനെ പോലെ ഞാൻ കത്തിരോട് എടുത്തോളൂ. എടാ ഹെയർ കട്ടാണ്, ഹെയർ ട്രിം അല്ല. ഹെയർ കട്ട്. കമോൺ സീറ്റിലിരി. നിന്റെ മുത്തേ ഞാനിക്കില്ല മുത്തേ. എനിക്ക് ഭയങ്കര
മറ്റേ സാധനം വെക്കണേ. ഏടറാട് പോയി. അറുപത്തേ. നീ പൊട്ടിക്കോ. മൊട്ടടിച്ച കുറച്ച് ഒപ്പിച്ചോ, കുറച്ച്. കുറച്ചല്ലേ താടിയാ എന്നാ താടിയെങ്കിൽ താടി മതി. കുറച്ചല്ലേ താടിയാ കുറച്ച് കുറച്ചേ കുറച്ച് കുറച്ച് please, please, അവിടെ കുറച്ചേടാ പോട്ടെ, കുറച്ചേ ഉള്ളൂ. വൃത്തിക്കേ വൃത്തിക്ക് ഒരു സീൻ ഉണ്ടാവില്ല. ഓക്കെ എത്ര മാസം താടിയാത്? വേദന എടുക്കും. സ്പ്രിങ് പോലത്തെ മുടിയല്ലേ? സ്പ്രിങ് പോലെ ലെവലാക്കുണ്ട്. ആ ലെവൽ കച്ചറ പോറ ഇവിടെ മുന്നേ പൊന്നോനെ പൊന്നോനെ അല്ല ഇതെന്താ ഞാൻ എന്നോട് കുറച്ച് കിടക്കാൻ പറഞ്ഞു. സന്തോഷം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ കൈ പിടിച്ച് കുടിച്ചില്ലേ രസമുണ്ട്. ഈ സൈഡോട്ട് ബാർബർ ഷോപ്പ് നേടില്ല, ബാർബർ ഷോപ്പ് ഇടില്ല. പിന്നെ ഈ നാട്ടിലെ നീ നടന്നിട്ട് പോയിക്കോ, നീ നടന്നിട്ട് പോയിക്കോ. ഒരു വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. അവിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വിൻറ്റേജ് കാർ ലവേഴ്സ് ഷാഹിദ് ആൻഡ് ഷിഫ് ദ ക്രൂസ്. ഈ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ഷിഫ്റ്റ് ക്രൂസ്. ഇവർ നാട്ടിലാടാ? കണ്ണൂരാണ്. നമ്മള് കണ്ണൂരാണ്. ഇവർ പേരെന്താ? അപ്പൊ ഇതിപ്പോ കൊണ്ടുനടത്തുന്നേ. അപ്പൊ ഇവര് അപ്പൊ ഇവരിത് എന്തുകൊണ്ടാണ് ഇത് പണ്ട് പോലെ ഇവർക്ക് ഒരു പഴയ വണ്ടി കിട്ടി ഇങ്ങനെ അങ്ങനെ ഓരോരോ വണ്ടി ഇങ്ങനെ വാങ്ങി വാങ്ങി കൂട്ടി നമുക്ക് അത്രക്ക് പഴയ ഇവലാന്ന് തോന്നുന്നു മെയിനായിട്ട് കാർ ആ ടൈമിൽ ചെയ്യുന്നത്. ഫോണെല്ലാം നോക്കിയ BMW ഗ്രിൽസ് വലിച്ചിട്ടല്ലേ. 2 സ്ട്രോക്ക് SD ജാവ, പഴയ ജാവ. ഇത് റോഡിൽ ഓടിയത് മറ്റേ വാളെല്ലാം എടുക്കുന്നില്ലേ? ഇതെല്ലാം എടുത്തിട്ട് നാട്ടിലേക്കൂടെ ഒരു പോക്കും ചിന്തിച്ചു നോക്കി. കൺവേർട്ടബിൾ കല്യാണത്തിനാ. പോളിടെക്നിക് പഠിച്ചേ ശ്രീനിവാസൻ. പണ്ടത്തെ ട്യൂഡർ വണ്ടി. ഈ കാസിന്റെ ഓണർ കണ്ണൂർ ഇരിട്ടിക്കാരനായ അഹമ്മദ് കുട്ടിയല്ലേ. 50 കാറോളുണ്ട് ഇവിടെ. ബൈക്ക്, വിൻറ്റേജ് ബൈക്ക്, കാറ്. അങ്ങനെ അപ്പൊ നാട്ടിലേക്ക് നോക്കായി പോകുന്ന വഴിക്കാണ് ഇവനെ സാധനം വാങ്ങി. അങ്ങനെ സ്ട്രേറ്റ് ടു കണ്ണൂർ. ഇതുപോലത്തെ രസകരമായ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. മാസങ്ങൾക്ക് കുറച്ച് ലൈറ്റ് നമുക്കറിയാം. നമ്മളിപ്പോ അടുത്തുള്ള ഏതായാലും ലൈറ്റ് ചെയ്ത് നമുക്കറിയാം. അത് ഓരോ സീൻ കൊണ്ട് ലൈറ്റ് ചെയ്തതാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. വീഡിയോസ് കാണാം. നമ്മുടെ വീഡിയോ ഓക്കെ.